بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനായ അർഹമുർറാഹിമീനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹത്തായ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യവും അവൻ്റെ അടുക്കൽ ഉപകാരപ്പെടുന്നതുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അള്ളാഹുവാണ് ഈ മതത്തെ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഈ മതത്തിനുണ്ട്. അവൻ്റെ സമ്പൂർണ്ണ സംതൃപ്തിയാണ് ഇസ്ലാം മതത്തിൻ്റെ വ്യതിരിക്തത. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനല്ലാത്ത ഒരു മതവും ഒരു ആദർശവും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന് സൂറത്ത് ആലി ഇമ്രാനിലെ 85-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറ. പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ദീൻ പുൽകാത്ത, ഇസ്ലാം ദീൻ സ്വീകരിക്കാത്ത ഏതൊരു ആദർശത്തെയാണോ ആ ആദർശം ഇസ്ലാം അല്ലാത്ത വേറെ ഏതെങ്കിലും മതം സ്വീകരിച്ചാൽ പരലോകത്ത് പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉൾക്കൊണ്ട ഈ മതത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ഇസ്ലാം മതം എന്തൊക്കെ ആദർശം പഠിപ്പിച്ചുവോ ആ ആദർശത്തിന് മുമ്പിൽ മനുഷ്യരുടെ ശിരസ്സുകൾ കുനിക്കുക. നാം ഏതൊരു കാര്യവും മതത്തിൻ്റെ പേരിൽ ചെയ്യുന്നുവോ ആ കർമ്മങ്ങൾ മതം പഠിപ്പിച്ചതായിരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ മതം ഒഴിവാക്കുവാൻ പറഞ്ഞുവോ അതെല്ലാം പരിപൂർണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മുസൽമാന്റെ വ്യതിരിക്തത. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ടത് നാട്ടിൽ നടക്കുന്നതോ പാരമ്പര്യമോ പൂർവികർ കാണിച്ചതോ ആയ മാർഗങ്ങളല്ല. ആ മാർഗങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന ആദർശം, നമ്മുടെ പാരമ്പര്യവാദികൾ, നമ്മുടെ വല്യപ്പമാർ, കാരണവന്മാർ കാണിച്ചു തന്ന ആദർശം പരിശുദ്ധ ദീനിന് അന്യമാണ് എങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസിയുടെയും ആത്മരോഷം അള്ളാഹു പഠിപ്പിക്കാത്ത ആദർശത്തിനെതിരായിരിക്കണം. അള്ളാഹു പഠിപ്പിച്ച ആദർശം ജീവിതത്തിൽ പുൽകുന്നതോടൊപ്പം അവൻ പഠിപ്പിക്കാത്ത, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത ആദർശത്തിനെതിരെ നമുക്ക് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ആത്മരോഷമുണ്ടാകുന്നത് ഈമാനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യതിരിക്തമായ ഒരു ആദർശമാണ് അവൻ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ജൂതന്മാരുടെ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളിൽ കാണാം. ഈ വിഷയത്തിൽ സൂറത്തുൽ ബഖറയുടെ 85-ാമത്തേതും സൂറത്തുൻ നിസായിലെ 150-ാമത്തെയും ആയത്തുകൾ
ഈ രണ്ട് ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യം ജൂതന്മാർക്കുണ്ടായ ഒരു സ്വഭാവമാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ചില കാര്യങ്ങൾ അവർ സ്വീകരിക്കും, തൗറാത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയും അനിഷ്ടകരമായതാണെങ്കിൽ അവർ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവൻ്റെ റസൂലും എന്തൊരു കാര്യം കൽപ്പിച്ചുവോ, വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നൂർ, അതിലെ 51-ാമത്തെ ആയത്താണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ, വിശ്വാസിനികൾ എന്നുള്ള നിലയിൽ ഓരോരുത്തരുടെയും ബാധ്യത എന്ന് നാം മനസ്സിലാക്കുക. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ, വിശ്വാസികൾക്കിടയിൽ ഒരു കാര്യം നിയമമായി പഠിപ്പിച്ചാൽ, ആ വിശ്വാസിനെ മറുപടി പറയേണ്ടത് അൻ യഖൂലു സമിഅനാ വ അത്വഅനാ ഇതായിരിക്കണം. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വിശ്വാസികൾക്കിടയിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ അവിടെ ശിരസ് കുനിഞ്ഞു കൊടുക്കണം. കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയാണ്? വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വിജയികളാകുവാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് കാര്യങ്ങളും മാറ്റിവെക്കുക. നമുക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല. അത് കാരണമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസമുണ്ടാകുവാൻ പാടില്ല എന്ന് സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിൽ പറയുന്നു. ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِمَّا قَضَيْتَ وَيُسَلِّمُوا تَسْلِيمًا. അത് പൂർണ്ണമായി സമ്മതിച്ചുകൊണ്ട് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിനിയുടെ ബാധ്യത എന്നും, അങ്ങനെ അല്ല എങ്കിൽ അവർ മുഅ്മിനീങ്ങളാവുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്ത് ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിലപാടായി സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ബിദ്അത്തുകൾക്ക് സ്ഥാനമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ അടിത്തറയായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയായിരുന്നു സ്വഹാബികൾ. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ സ്വഹാബാക്കളുടെ വ്യതിരിക്തത വിശുദ്ധ ഖുർആനിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളിലും കൃത്യമായി എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത്, അതിലെ 7-8 ആയത്തുകൾ അത് സ്വഹാബികൾക്കുണ്ടായിരുന്ന ഒരു നിലപാടാണ്, വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു നിലപാടുമാണ്. എന്താണ് അവിടെ പറയുന്നത്? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഫളലം മിനല്ലാഹി വനിഅമ. ഇതാണ് ആ 2 ആയത്തുകളുടെ സുപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത്. ആ സ്വഹാബാക്കളുടെ നിലപാടായിരുന്നു വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. ഈമാനിനെ അവർക്ക് പ്രിയങ്കരമായി അവരുടെ ഖൽബുകൾക്ക് തോന്നിയെന്നാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് വിശ്വാസത്തെ ഏറ്റവും പ്രിയങ്കരമായി, മാതാപിതാക്കളെക്കാൾ, സ്വന്തക്കാരെക്കാൾ, വേണ്ടപ്പെട്ടവരെക്കാൾ, എല്ലാറ്റിനേക്കാളും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അവർക്ക് പ്രിയങ്കരമാവുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ, ഒരു മുഅ്മിനാത്തിൻ്റെ നിലപാടും അടയാളവുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല വസയ്യനഹു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ അലങ്കാരമാകണം, അത് സീനത്താകണം അവരുടെ മനസ്സുകളിൽ. പോരാ, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസവും അധർമ്മവും അതുപോലെ തന്നെയാണ് അനുസരണക്കേടും അവർക്ക് ഏറ്റവും അനിഷ്ടകരമാകണമെന്നാണ്, ഏറ്റവും വെറുപ്പുള്ളതാകണം. ഒരു വിശ്വാസിനികളുടെ നിലപാടായിരിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ മുഹബ്ബത്ത് അത് ഈമാന്റെ മാധുര്യമാണ് എന്ന് നാം പഠിച്ചവരാണ്.
അതുപോലെ തന്നെയാണ് ഫുസൂഖ്, അധർമ്മമെന്ന് പറയുന്നത്. തെറ്റ് കാണുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട നിലപാട് കൂടിക്കൊടുക്കുക എന്നുള്ളതല്ല, അതിനെതിരെ ശക്തമായ നിലപാട് കൈകൊണ്ടോ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊന്ന് അനുസരണക്കേടാണ്, വൽ ഉസ്യാൻ, എല്ലാ പാപങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം. ബിദ്അത്തുകൾക്കെതിരെയുള്ള പോരാട്ടം, ഷിർക്കിനെതിരെയുള്ള പോരാട്ടം, തിന്മകൾ കാണുമ്പോഴുള്ള അതിനെതിരെയുള്ള പോരാട്ടമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അവരുടെ ഹൃദയത്തെ സീനത്താക്കേണ്ടി മാറ്റുന്നതും ഈ അടയാളങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്തരക്കാരെ കുറിച്ചാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാകുന്നു സന്മാർഗികൾ. ഇത് എല്ലാവർക്കും സാധ്യമാകണമെന്നല്ല. പേരുകൊണ്ട് വിശ്വാസിയായിരിക്കാം, അഹമ്മദും മുഹമ്മദൊക്കെ ആയിരിക്കാം പേരുകൊണ്ട്, സൈനബയും റുഖയ്യയുമായിരിക്കാം പേരുകൊണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിഅമത്തും ഫളലുമാണ് ഇതിൽ നിന്നും അവരെ മാറ്റി നിർത്തുക. ഫളലം മിനല്ലാഹി വ നിഅമ, അള്ളാഹുവിന്റെ ഫളലാണത്, അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. ബിദ്അത്ത് കാണുമ്പോൾ അതിനെതിരെ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കുക, സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടുക്കുക, പറ്റുമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് വെറുക്കുക എന്നുള്ളത്, അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത് ഈമാന്റെ മാധുര്യം ലഭിക്കുകയും അവരുടെ ഹൃദയങ്ങൾക്ക് അലങ്കാരമാവുകയും ചെയ്യുന്നു എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് സ്വഹാബാക്കളെ ബോധ്യപ്പെടുത്തുകയാണ്. വൻ പാപങ്ങളോടുള്ള വിരോധമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദ്വേഷമായിരിക്കണം ഷിർക്കിനോട്, വിദ്വേഷമായിരിക്കണം ആ തിന്മയോട്, വിദ്വേഷത്തിന്റെ ആൾരൂപമായിരിക്കണം ബിദ്അത്തുകളോടെന്നൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അറപ്പും വെറുപ്പും ഉണ്ടാകണം ഒരു ബിദ്അത്ത് കാണുമ്പോൾ. അവിടെ കൂടിക്കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിലപാടല്ല. സാധിക്കുമെങ്കിൽ പറഞ്ഞുവല്ലോ 3 രീതിയിൽ അതിനെതിരെ പ്രതികരിക്കണം. അതിനെ ബന്ധത്തിന്റെ പേരിലോ സ്വന്തത്തിന്റെ പേരിലോ അടയാളപ്പെടുത്തലുകൾക്ക് വേണ്ടി നിങ്ങൾ അതിൽ കൂടിക്കൊടുക്കുവാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം ഒരു മുഅ്മിന്. അള്ളാഹുവിനോടുള്ള കാര്യത്തിൽ നാം കോപിക്കേണ്ടി വന്നാൽ കോപിക്കണം, അള്ളാഹുവിന്റെ കാര്യത്തിൽ തടുക്കണമെങ്കിൽ തടുക്കണം, അള്ളാഹുവിന്റെ കാര്യത്തിൽ കൊടുക്കണം. ഇതെല്ലാം ഒരു മുഅ്മിനിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുനൻ അബൂദാവൂദിലെ 4681 ഹദീസാണ്. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈമാനിന്റെ പൂർത്തീകരണമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക, തടയുക, ഇതെല്ലാം പരിപൂർണ ഈമാനിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉഹുദ് യുദ്ധം നടന്ന ആ സന്ദർഭം ആദ്യം മുസ്ലിംകൾക്ക് വിജയമായിരുന്നു. പിന്നീട് ശത്രുക്കൾ സ്വഹാബാക്കളുടെ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് വീണ്ടും രണാങ്കണത്തിലേക്ക് വന്നപ്പോൾ ആ കാര്യം അറിഞ്ഞ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് സ്വഫായി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ ഒരു ഭാഗം അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന ഈമാന വസയ്യനഹു ഫീ ഖുലൂബിനാ വകറഹു ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅഹ്യിനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രവാചകർ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സുകൾക്ക് സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കണം, ഞങ്ങളുടെ ഖൽബുകൾക്ക് അതൊരു അലങ്കാരമാക്കണം, അവിശ്വാസത്തോടും അധർമ്മത്തോടും അനുസരണയില്ലായ്മയോടും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു അനിഷ്ടകരമായ ഒരു നടപടി ഞങ്ങൾക്കുണ്ടാകണം റബ്ബേ. ഞങ്ങളെ മുസ്ലിമായി കൊണ്ട് ജീവിപ്പിക്കണം, മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണം, നാളെ പരലോകത്ത് ആ സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണം എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതായി
സുനൻ അബൂ ദാവൂദിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് ഈ ഹദീസ് കാണുന്നു. അദബുൽ മുഫ്രദ് അതിലെ കൃത്യമായി 699 നമ്പർ ഹദീസായി ഇത് രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിയാറുകളുടെ ഹൃദയാന്തരങ്ങളിൽ ഉള്ള ഒരു വിപത്തിനെ കുറിച്ചാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചു തരുന്നത്. ബിദ്അത്തിനോടുള്ള ഒരു ഹുബ്ബ് അത് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല. ഷിർക്കിനോടുള്ള ഒരു മമത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുവാൻ പാടില്ല. അധർമ്മത്തിനെതിരെ, അനുസരണക്കേടിനെതിരെ, തിന്മയ്ക്കെതിരെ നാവ് കൊണ്ട് പോരാടേണ്ടുന്നവനാണ് ഒരു വിശ്വാസി എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ കാണിച്ചു തന്നവരാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള സ്വഹാബികൾ. നമുക്കറിയുമല്ലോ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടാം ഖലീഫയുടെ മകനാണ്. മുത്തബിഉ സുന്ന എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ ഒരു സ്വഹാബിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ചാണിന് ചാണായി ജീവിച്ച ഒരു സ്വഹാബിയാണ്. പ്രവാചകരുടെ കാൽ ചുവടുകൾക്ക് ഒപ്പം നടന്ന സ്വഹാബിയാണ്. അത്രയും ഇത്തിബാഉർ റസൂൽ എന്നുള്ള വിഖ്യാതമായ അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഒരിക്കൽ മക്കളൊക്കെ കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ നിന്ന് കേട്ട ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മക്കൾക്ക്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. എന്താണ് ആ ഹദീസ്? ലാ തംനഉ നിസാഅകുമുൽ മസാജിദ് ഇദാ ഇസ്തഅദനകും ഇലൈഹാ. മക്കളെ, അള്ളാഹിന്റെ റസൂലിൽ നിന്നും ഒരു വചനം കേട്ടത് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളാകട്ടെ നിങ്ങളുടെ ഭാര്യമാരെ മസ്ജിദുകളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുന്നതെ തൊട്ട് തടയരുത്. മറ്റൊരു ഹദീസിൽ കാണാം, രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ പള്ളികളിലേക്ക് നിങ്ങൾ തടസ്സമായി നിൽക്കരുത് എന്ന് മകൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന മക്കളോട് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ലനംനഅഹുന്ന, പൊന്നുപ്പ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. ഫഅഖ്ബല അലൈഹി അബ്ദുല്ലാഹി ഫസബ്ബഹു സബ്ബൻ സയ്യിആ. തടയുമെന്ന് പറഞ്ഞ ബിലാലിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പിതാവായ അബ്ദുള്ള തൻ്റെ ജീവിതത്തിൽ ഇതേവരെയും പറയാത്ത ശകാരങ്ങൾ തൊടുത്തുവിട്ടുവെന്നാണ് സ്വഹീഹ് മുസ്ലിം 442 നമ്പർ ഹദീസിൽ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ഒരു കാര്യം കേട്ടത് മകൻ ബിലാലിനോട് പങ്കുവയ്ക്കുമ്പോൾ ബിലാൽ ആ ഹദീസിന് വിരുദ്ധം പറയുകയാണ്. ലനംനഅഹുന്ന, ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. അപ്പോഴാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഷവും അതുപോലെ തന്നെ ഈർഷ്യതയും പ്രകടമാകുന്നത്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ഇതേവരെയും ഒരാളോട് ഇങ്ങനെ ശകാരം പറഞ്ഞിട്ടില്ല. മാ സമിഅതുഹു സബ്ബഹു മിസ്ലഹു ഖത്ത്. ഈ ഹദീസിന്റെ തൊട്ട് താഴെ മറ്റൊരു ഹദീസിൽ പറയുകയാണ്, ഫളറബ ഫീ സ്വദരിഹി, നെഞ്ചിൽ ഒരു ഇടിയിടിച്ചുവെന്നാണ്. ആരെ? സ്വന്തം മകനെ ഇടിച്ചുവെന്നാണ്. കാരണം അധികാരമുണ്ട് ആ പിതാവിന്. മകനെ ശാസിക്കുവാനും ദീനിന്റെ വിരുദ്ധത കാണുമ്പോൾ അടിക്കുവാനുമുള്ള ഒരു അവകാശം പിതാവിനുണ്ട്. അത് നടപ്പിൽ വരുത്തുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മുസ്നദ് അഹ്മദിൽ കാണാം ഈ സംഭവം പറയുകയാണ്. ഫമാ കല്ലമഹു അബ്ദുല്ലാഹി ഹത്താ മാത. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പിതാവായ അബ്ദുള്ള നിലപാടായി സ്വീകരിച്ചത്, പിതാവായ അബ്ദുള്ള മരിക്കുന്നത് വരെ മകൻ ബിലാലിനോട് സംസാരിച്ചിട്ടില്ല. സുനൻ തിർമിദിയിൽ കാണാം, ഫഅലല്ലാഹു ബിക വഫഅല, നീ പറഞ്ഞത് കാരണം അള്ളാഹുവിന്റെ ശാപം നിനക്കുണ്ടാകട്ടെ. മഅദല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു സുന്നത്തിനോടുള്ള ആത്മരോഷമാണ് സ്വഹാബികൾക്കുണ്ടായത്. മകൻ പറഞ്ഞതെന്താ? ഫിത്നയുണ്ടാകും, ഞാൻ എൻ്റെ ഭാര്യയെ തടയും,
ഇത് പറയുമ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ശകാരം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നെഞ്ചിലടിച്ചു എന്ന് മാത്രമല്ല, ആ പിതാവ് മരിക്കുന്നതുവരെ ആ മകനോട് സംസാരിച്ചിട്ടില്ല. മാത്രവുമല്ല, ആ മകനെതിരെ ശാപപ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹു അക്ബർ. അതാണ് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അവർക്കാണ് സന്മാർഗം ലഭിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഓരം പറ്റാൻ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? അതിൻ്റെ ഓരം പറ്റാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ? വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആത്മരോഷമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിനെതിരായി മകൻ പറയുമ്പോഴുള്ള ഒരു പ്രതികരണമാണ്. നോക്കൂ സഹോദരങ്ങളെ, അതാണ് ഈ ആയത്തിന്റെ വിശദീകരണം. മഹാനായ മിശ്റബിന് മർവാൻ റഹ്മഹുല്ലാ പ്രസിദ്ധനായ താബിഈയാണ്. അദ്ദേഹം ഇതുപോലെ മസ്ജിദിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു സംഭവം കാണുന്നതാരാണ്? ഉമ്മാറത്ത് ബിൻ റുഐബത്ത് റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ 873, സുനൻ തുർമുദിയിലെ 515, സുനൻ അബൂദാവൂദിലെ 1104 അത്രയ്ക്കും ഇടം പിടിച്ച ഒരു സംഭവമാണ്. മിശ്റബിന് മർവാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഖുത്ബയിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കാണുന്നതാരാ? സദസ്സിലുണ്ടായിരിക്കുന്ന ഉമാറത്ത് ബിൻ റുഐബ റളിയല്ലാഹു അൻഹു. റഅ ബശ്ർ ബിൻ മർവാൻ അലൽ മിംബർ റാഫിഅൻ യദൈഹി. ഇത് കണ്ടപ്പോൾ മഹാനായ സ്വഹാബിയുടെ ആത്മരോഷം, ഖബ്ബഹല്ലാഹു ഹാതൈനിൽ യദൈൻ, നിന്റെ രണ്ട് കൈകളെയും അല്ലാഹു നശിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ സമൂഹം ഉൾക്കൊള്ളുമോ സഹോദരങ്ങളെ? ഒരു ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമാം, ഒരു ഖത്തീബ് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഖബ്ബഹല്ലാഹു ഹാതൈനിൽ യദൈൻ, നിന്റെ രണ്ട് കൈകളെയും അള്ളാഹു നശിപ്പിക്കട്ടെ. ആരായി പറയുന്നത്? പ്രവാചകനിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസീദു അലാ അൻ യഖൂല ബിയദിഹി ഹകദാ വഅശാറ ബിസ്ബിഹിൽ മുസബ്ബിഹ. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയിൽ പ്രസംഗിക്കുമ്പോൾ വിരലുകൾ കൊണ്ട് ആംഗ്യം പിടിക്കുകയല്ലാതെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയില്ല. അതിന് വിരുദ്ധം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ആ സ്വഹാബി പ്രാർത്ഥിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹ് മുസ്ലിം 873 നമ്പർ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മഹുല്ലാ തന്റെ ശറഹ് നവവിയിൽ പറയുകയാണ്, ലഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ യദൈഹി ഫീ ഖുത്ബത്തിൽ ജുമുഅത്തി ഹീന ഇസ്തസ്ഖാ. എന്തേ അങ്ങനെ പറയുവാനുണ്ടായ കാരണം? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് ജുമുഅക്ക് വേണ്ടി ആ ഖുത്ബ നിർവഹിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലല്ലാതെ അള്ളാഹിന്റെ റസൂൽ കൈകൾ ഉയർത്തിയിട്ടില്ല. ഇത് കണ്ട ആ സ്വഹാബിയുടെ ആത്മരോഷമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്ന് കൃത്യമായി മുഹദ്ദിഥീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്. അതാണ് അവരുടെ ഹൃദയങ്ങൾക്ക് ആ മാധുര്യം നിറയുവാനുണ്ടായ കാര്യം. ശക്തമായ ബിദ്അത്തിനെതിരെയുള്ള ആത്മരോഷമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫൽ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. തൻ്റെ ഒരു അനുയായി, ഒരു താബിഈ പണ്ഡിതൻ, അദ്ദേഹം ഒരു സുന്നത്തിനെതിരെ ഒരു കാര്യം ചെയ്തതായി നേരിട്ട് കാണുകയാണ്. അദ്ദേഹം വിലക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫൽ റളിയല്ലാഹു അൻഹു, അരുത്, നീ ചെയ്യരുത്, ഇത് പ്രവാചകരുടെ സുന്നത്തിനെതിരാണ്. വീണ്ടും അദ്ദേഹം ചെയ്തുവെന്നാണ് സ്വഹീഹ് മുസ്ലിം 1954 നമ്പർ ഹദീസിൽ പറയുന്നത്. فقال له اخبرك ان رسول الله صلى الله عليه وسلم كان يكره او ينهى. അള്ളാന്റെ റസൂല് പറഞ്ഞതായും ചെയ്തതായും ഞാൻ നിന്നോട് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് നീ ചെയ്യുകയാണോ?
വീണ്ടും ചെയ്തത് കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ ഉകല്ലിമുക കലിമതൻ കദാ വകദ, നിന്നോട് ഞാനൊരു വാക്ക് ഉരിയാടുകയില്ല. പിണക്കമാണ് നിന്നോട് പിണക്കമാണ്. ബിദ്അത്തിനെതിരെയുള്ള ഒരു രോഷമാണ് മഹാനായ ആ സ്വഹാബിയിൽ നിന്നും നിർഗളിച്ചത്. സുനനു ദാരിമിയുടെ 438 നമ്പർ ഹദീസിൽ കൃത്യമായി മറ്റൊരു സംഭവം കാണുകയാണ്. സുന്നത്തിനെതിരായി ഒരു കാര്യം കണ്ടപ്പോൾ ഖറാശ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മരോഷം ആ സുന്നത്തിനെതിരായി ചെയ്ത ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, വല്ലാഹി ലാ അശ്ഹദ ലക ജനാസതൻ, നിന്റെ ജനാസക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല കേട്ടോ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായി നീ ചെയ്യുകയാണോ? നിന്റെ ജനാസക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. വലാ അഊദുക ഫീ മറമുൻ, നീ രോഗിയായാൽ നിന്നെ സന്ദർശിക്കുക പോലുമില്ല. വലാ ഉകല്ലിമുക അബദാ, ഒരിക്കലും നിന്നോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് മഹാനായ ഖറാശ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ സലഫി മിമ്പറിൽ നിന്നുകൊണ്ടും അതുപോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ ബിദ്അത്തിനെതിരെയുള്ള ശബ്ദം കേൾക്കുമ്പോഴേക്കും പലപ്പോഴും ഇതിൻ്റെ ഗൗരവം അറിയാത്തവർ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കെപ്പോഴും ഇത് തന്നെ പറയാനുള്ളൂ, നിങ്ങൾക്കെപ്പോഴും തൗഹീദ് തന്നെ, നിങ്ങൾക്കെപ്പോഴും ബിദ്അത്തിനെതിരെ തന്നെ, വേറെ ഒന്നുമില്ല. നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു, സാമൂഹ്യ നന്മകൾ, അതുപോലെയുള്ള വിപത്തുകൾ, എന്തെല്ലാം, അതിനെതിരെ നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ? വിശ്വാസികളെ, നരകവും സ്വർഗവും അടയാളപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ള മൗലികമായിട്ടുള്ള ഈ വിഷയത്തെ നാം മറന്നു പോകരുത്. സ്വഹാബികൾ കണ്ടത് അങ്ങനെയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളിൽ ഏറ്റവും പ്രമുഖനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യനെ കാണുകയാണ് പള്ളിയിൽ. അദ്ദേഹം ഫജ്ർ നമസ്കാരത്തിന് ശേഷവും അദ്ദേഹം സുന്നത്ത് നമസ്കാരങ്ങൾ അധികമായി നമസ്കരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, അതിൻ്റെ ഗൗരവം പറയുകയാണ്. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്ര അതിൽ ഈ കാര്യം വ്യക്തമായി വിശദീകരിക്കുകയാണ്. അന്നഹു റഅ റജുലൻ യുസല്ലി ബഅദ തുലൂഉൽ ഫജ്ർ അക്തറ മിൻ റകഅതൈൻ യുക്സിറു ഫീഹിമാ റുകൂഉ വസ്സുജൂദ്. സുജൂദും റുകൂഉം അധികരിപ്പിച്ചുകൊണ്ടുള്ള നമസ്കാരം അദ്ദേഹം നിർവഹിക്കുകയാണ്. ഫനഹാഹു സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അതിനെ വിലക്കുകയാണ്. പാടില്ല, ഇങ്ങനെ നീ നമസ്കരിക്കരുത് എന്ന് വിലക്കുകയാണ്. അപ്പോഴേക്കും ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ് അയുഅദ്ദിബനി അല്ലാഹു അലാ സ്വലാ, നമസ്കാരത്തിന്റെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ? ചോദ്യം ന്യായമാണ്. ഇന്നും പലരും പറയുന്നുണ്ടല്ലോ, ഹദ്ദാദ് റാത്തീബ് തെറ്റാണോ? ഉറൂസുകളും ചന്ദനക്കുടങ്ങളും 3-ാം ഫാത്തിഹയും 7-ഉം തലൈ ഫാത്തിഹയും വൈറ്റുനേർച്ചയും അതെല്ലാം സ്വലാത്തല്ലേ, ദിക്റല്ലേ, മഹാന്മാരുടെ കീർത്തനങ്ങളല്ലേ എന്നൊക്കെ പറയുകയാ. സമാനമായ ഒരു ചോദ്യമാണ് ആ മനുഷ്യൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. അയുഅദ്ദിബനി അല്ലാഹു അലാ സ്വലാ, ഇങ്ങനെ നമസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ? ഫഖാൽ ലാ, അതിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കുകയില്ല. വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫിസ് സുന്നഹ്, സുന്നത്തിനെതിരാണ് നീ നൽകിക്കൊണ്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതല്ല ഈ നമസ്കാരം, അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കും എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാമിന്റെ മൗലികത, ഇസ്ലാമിന്റെ പ്രമാണമാണ് സഹോദരങ്ങളെ. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു ഇബാദത്ത്, സ്വഹാബികൾ നമുക്ക് കാണിച്ചു തരാത്ത ഒരു ഇബാദത്ത്, അത് എത്ര നെയ്യത്തോടുകൂടി ചെയ്താലും ഒരിക്കലും അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ നാടുകളിൽ ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന ഒരു കീർത്തനമുണ്ട്. പലപ്പോഴും നാം ഈ കാര്യം മനസ്സിലാക്കിയതാണ്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ളയുടെ പേരിൽ കീർത്തനം നടത്തുന്നു എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പുസ്തകമുണ്ട്. നമുക്കറിയാം, പറഞ്ഞവരാണ്, കേട്ടവരാണ്. അവിടെ 2 വരി പറയുകയാണ്. ഈ ഖുതുബിയ്യത്ത് തുടങ്ങുന്നതിന് മുമ്പായി ചെയ്യേണ്ട മര്യാദകൾ, അതിൻ്റെ ശുറൂത്തുകൾ എന്താണ് പറയുന്നത്? ബഅദ സ്വലാത്തി 12 മിൻ റകഅ
മഅൽ ഫവാത്തിഹി വൽ ഇഖ്ലാസി ബിൽ ഖദഅ യാ ഗൗസൽ അഅ്ലമി അബ്ദൽ ഖാദിരിസ് സുറഅ യാ സയ്യിദ് ഹുദൂറിനി യാ മുഹയ്യിദ്ദീൻ. ഒരു മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇത് നമ്മുടെ നാടുകളിൽ മസ്ജിദുകളിൽ വ്യാഴാഴ്ചകളാകുമ്പോൾ മാസത്തിൽ ഒരു ദിവസം അതിൽ എണ്ണം പിടിച്ചുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇരുന്നു കൊണ്ട് പാടുന്ന ഒരു ഗദ്യരൂപത്തിലുള്ള ഒരു ബൈത്താണ് ഖുത്ബിയ്യത്ത്. അതിൽ പറയുന്ന 2 വരിയാണ് ഈ കേട്ടത്. എന്താണ് ഈ ഖുത്ബിയ്യത്ത് ഓതുന്നതിന് മുമ്പായി ചെയ്യേണ്ട ഒരു ഷർത്ത്, ഒരു നിബന്ധന? അതിൻ്റെ അർത്ഥം ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ഓതി വിനയത്തോടുകൂടി 12 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം 1000 വട്ടം നിങ്ങൾ ശൈഖ് അവറുകളെ വിളിക്കുക. എങ്കിൽ ഉടൻ ഉത്തരം നൽകും, എൻ്റെ നേതാവേ എനിക്ക് ഹാജരാവുക ശൈഖ് അവറുകളെ. നഊദു ബില്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഇവർ നമസ്കരിക്കുന്നത് അല്ലാഹുവിൽ നിന്നും പുണ്യം ലഭിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ്, ശൈഖ് അവറുകളുടെ അനുഗ്രഹം ലഭിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള നമസ്കാരങ്ങൾ. എന്തെല്ലാമാണ് നമ്മുടെ നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുണ്യത്തിൻ്റെ പേരിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത എത്രയോ നമസ്കാരങ്ങൾ, എത്രയോ നോമ്പുകൾ, എത്രയോ ദിക്റുകൾ. ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ട് ലോഹ മുഹദ്ദിസ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഹാദാ മിൻ ബദാഇ അജ്വിബത്ത് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മഹുല്ലാഹ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മഹുല്ലാഹയുടെ മനോഹരമായ ഒരു മറുപടിയാണ് ഈ സംഭവത്തിലുള്ളത്. വഹുവ സുലാഹുൻ ഖവിയ്യുൻ അലൽ മുബ്തദിഅത്തി അല്ലദീന യസ്തഹ്സിനൂന കസീറൻ മിനൽ ബിദ്ഇ ബിസ്മി ദിക്രി വസ്സലാം. ദിക്റുകളുടെ പേരിൽ, നമസ്കാരത്തിന്റെ പേരിൽ അനേകം ബിദ്അത്തുകൾ നല്ലതെന്ന് കരുതുന്ന പുത്തൻവാദികൾക്കെതിരെയുള്ള ശക്തമായ സിലാഹാണിത്, ശക്തമായ ആയുധമാണ് ഈ സംഭവം. അവർ ദിക്റുകൾ ചൊല്ലുന്നു. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന, അതിനുശേഷം 3 സ്വലാത്ത്. ഇതുപോലെ ചെയ്യുന്നവർ അവരുടെ വിശ്വാസം എന്താണ്? സ്വലാത്തല്ലേ, ദിക്റല്ലേ, കൂട്ടുപ്രാർത്ഥനയല്ലേ? ഈ ചെയ്തുകൾ ചെയ്യുന്നവർക്കെതിരെയുള്ള ശക്തമായ മറുപടിയാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മഹുല്ലാഹയുടെ ജീവിതത്തിലെ പ്രത്യേകമായ ഈ സംഭവം. ثم ينكرون على أهل السنة إنكارهم عليهم ويتهمونهم بأنهم ينكرون الذكر والصلاة والحق أن أهل السنة إنما ينكرون مخالفة السنة في الذكر والصلاة ونحوهما. ഈ ബിദ്അത്ത് ചെയ്യുന്നവർക്കെതിരെയുള്ള സുന്നത്തിന്റെ ആൾക്കാർ നിലകൊള്ളുവാൻ അവർ ഈ ദിക്റിനെ എതിർക്കുന്നവരാണ്, ഇത്തരം നമസ്കാരങ്ങളെ എതിർക്കുന്നവരാണ്. പക്ഷേ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മഹുല്ലാഹയുടെ മാതൃക, പ്രവാചകരുടെ സുന്നത്തിനെതിരായിട്ട് ചെയ്യുന്ന ഈ നമസ്കാരത്തെ ശക്തമായി എതിർത്തിരുന്ന സഈദ് ഇബ്നുൽ മുസയ്യിബിന് മനോഹരമായ ഒരു മറുപടിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാർക്ക് കൊടുക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദിക്റുകൾ, പ്രവാചകൻ പഠിപ്പിക്കാത്ത നമസ്കാരങ്ങൾ, ഈ പുത്തൻവാദികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പോരാളികളുടെ നിലപാടാണ് എന്ന് മഹാനായ നാസിറുദ്ദീൻ അൽബാനി അല്ലാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, അദ്ദേഹം പറയുകയാണ് ഈ വിഷയത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയുമല്ലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി അറവ് നടത്തുകയാണ്. എപ്പോഴാണ്? ഈദ് നമസ്കാരത്തിന് മുമ്പ്, കുറഞ്ഞ സമയങ്ങൾക്ക് മുമ്പ് അറവ് നടത്തുകയാണ്, ഉളഹിയ്യത്ത് നടത്തുകയാണ്. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നടത്തിയ ആ സ്വഹാബിയെ ശക്തമായി താക്കീത് നൽകുകയാണ്. മൻ നസഖ ഖബല സ്വലാ, ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് ഈ അറവ് നടത്തിയാൽ ഫഇന്നമാ ഹുവ ലഹമുൻ ഖദ്ദമഹു ലിഅഹ്ലിഹി വലൈസ മിനസ് നുസ്ഖ് ഫീ ഷൈഉൻ, അവൻ്റെ കുടുംബത്തിനുള്ള മാംസം മാത്രമാണ്, ഒരിക്കലും ഉളഹിയ്യത്ത് അറുത്തതിനുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് മഹാനായ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, കുറഞ്ഞ സമയങ്ങൾക്ക് മുമ്പ്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നടത്തേണ്ട അറവ് മുമ്പ് നടത്തി. അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, ഇത് സുന്നത്തല്ല.
ഇത് നിന്റെ ബന്ധുക്കൾക്ക് കിട്ടിയ ലഹം മാത്രമാണ്, മാംസം മാത്രമാണ്, നിന്റെ ബാധ്യത നിറവേറുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്തിനെതിരെയുള്ള ആത്മരോഷം, ഫുസൂഖിനെതിരെയുള്ള ആത്മരോഷം, കുഫ്റിനെതിരെയുള്ള ആത്മരോഷം നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാകണം. നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന എത്രയോ ബിദ്അത്തുകൾ നമ്മെക്കൊണ്ട് കൈകൾ കൊണ്ട് തടുക്കുവാൻ സാധ്യമല്ല എങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.